ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനി ഞങ്ങളുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. സത്യം പറഞ്ഞാൽ എല്ലാ ദിവസവും ഇങ്ങനെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഡേയ്സ് എല്ലാ ദിവസവും ഇങ്ങനെ റെക്കോർഡ് ചെയ്യണം, അത് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങൾ കാരണം നമുക്ക് എടുക്കാൻ പറ്റിയില്ല. 9 ദിവസം ഉണ്ടായിരുന്നു നമുക്ക് ഇൻറ്റേൺഷിപ്പ് ഇവിടെ ക്ലാസ്സുകൾ. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ എങ്ങനെയായിരിക്കും, എന്തുമായിരിക്കും, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക, അതൊക്കെ ആയിരിക്കും മൊത്തത്തിൽ വരിക. അപ്പോൾ നോക്കാം എങ്ങനെയാണ്. എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്. ഞങ്ങൾ മൊത്തം 7 പേരാണുള്ളത്. ഇതാണ് എല്ലാവരും. കാണുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇതാണ് എല്ലാവരും. സാറൊന്നും വന്നിട്ടില്ല. പിന്നെ ഞങ്ങളിങ്ങനെ റെസ്റ്റ് ചെയ്യുക. നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. ഇത് ആജൽ, ഇത് ജുഗൽ, ഇത് ഹക്ക്, ഇത് ഇന്ദു, ഇത് രേഷ്മ, പിന്നെ ഇത് ആസിഫ്. എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട് ഗൈസ്? ഇതാണ്ടോ ഈ കമ്മലില്ലേ, ഇത് ഞാൻ ചെരുപ്പ് വാങ്ങിച്ചപ്പോൾ അവരെനിക്ക് ഫ്രീ തന്നതാണ്. ശരിക്കും ഇതൊരെണ്ണം. അപ്പോൾ ഇതിങ്ങനെ തന്നപ്പോൾ എനിക്ക് എങ്ങനെ ഇത് ഇടണ്ടെന്ന് അറിയത്തില്ല. എനിക്ക് കണ്ണാടി ഉള്ളപ്പോൾ ഈ കണ്ണാടിയും കമ്മലും കൂടെ ചേർത്തില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഇട്ടു. കൊള്ളാമോ? അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഇൻറ്റേൺഷിപ്പ് ആയിരുന്നു. എല്ലാ ദിവസവും എല്ലാം റെക്കോർഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നേ. പക്ഷേ എനിക്ക് എൻ്റെ ഈ April 25 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ. അപ്പോൾ ബർത്ത്ഡേ ആയിരുന്നപ്പം 25 വയസ്സായി. അപ്പോൾ ഞാൻ വിചാരിച്ചു നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം, മുടിയൊക്കെ ഒന്ന് വെട്ടി ന്യൂ ലുക്കൊക്കെ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയി മുടി വെട്ടിയത്. പുള്ളിക്കാരി എനിക്ക് വെട്ടി തന്ന പുള്ളിക്കാരിക്ക് അതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. വെട്ടി എനിക്ക് കുളമാക്കി തന്നു. അപ്പോൾ എനിക്ക് ആകെ മൂഡ് ഓഫ് ആയിരുന്നു. പിന്നെ നോക്കിയാവാൻ 1-2 ദിവസമായി. മുടി കെട്ടി വെക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നെ പുതിയ ഹെയർ സ്റ്റൈലൊക്കെ ആക്കി ഇങ്ങനെ കെട്ടി. ഇങ്ങനെയുണ്ട്. സത്യം പറഞ്ഞാൽ ഇൻറ്റേൺഷിപ്പ് തീരാറായപ്പോഴത്തേക്കും എന്തോ ഒരു ഭയങ്കര സങ്കടം. തീരണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് എല്ലാവരോടും, നമ്മൾ മൊത്തം 7 പേരാണേ. അപ്പം നമുക്ക് എല്ലാവരോടും ഓരോരുത്തരോടും നമുക്ക് ഇൻറ്റേൺഷിപ്പിൻ്റെ എക്സ്പീരിയൻസ്, അഭിപ്രായമൊക്കെ ചോദിക്കാം. ആജലാണേ. ആജൽ പറയൂ. ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ലാസ്റ്റ് ദിവസമായതുകൊണ്ട് എനിക്കെന്തോ ഡിഗ്രി കഴിയുന്നൊരു ഫീൽ തോന്നുന്നുണ്ട്. കുറച്ച് ദിവസം കൊള്ളാൻ. ഇന്റേൺഷിപ്പ് ഒരു മിക്സ്ഡ് ഇമോഷൻ ആയിരുന്നു. സാരമില്ല, പിന്നെ വ്യൂവേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇനി നമുക്ക് ജുഗലിനോട് ചോദിക്കാവേ. ജുഗൽ പറയൂ. പറയൂ. അത്രേ ഉള്ളൂ? വിഷമയില്ല. ഒരു നാണമുള്ള കുട്ടിയാണ്. പറയൂ ഇന്റേൺഷിപ്പിനെ പറ്റി പറയൂ. നാണിക്കാതെ പറയൂ. ഇനി ഇന്ദുവിനോട് ചോദിക്കാം. ഇന്ദു പറയൂ. ഭയങ്കര സന്തോഷമാണ് കുട്ടിക്ക്. പറയൂ. വളരെ നല്ലത്. എനിക്ക് വിഷമമൊന്നുമില്ല. തീർന്നില്ലെങ്കിൽ കുഴപ്പമില്ലാതെ തീർന്നാലും കൊള്ളാം, എല്ലാം കൊള്ളാം. പറയൂ. തീർന്നാ നല്ലത്, തീർന്നില്ലെങ്കിൽ അതെന്തോടി നല്ലയായിരുന്നു. ക്ലാസ്സൊക്കെ നല്ലയായിരുന്നു. മ്യൂസിയം വിസിറ്റൊക്കെ നല്ലയായിരുന്നു. കുറെ പൈസയൊക്കെ പോയി. സന്തോഷമുണ്ട് പൈസ പോയതുകൊണ്ട്. തീരുന്ന ചെറുതായിട്ടൊരു വിഷമമുണ്ട്, എന്നാലും തീർന്നില്ല എന്നൊരു സന്തോഷമുണ്ട്. നമ്മളിപ്പം നമുക്ക് റിപ്പോർട്ട് ബുക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ ഇരുന്ന് ഫില്ല് ചെയ്യുക. സത്യം പറഞ്ഞാൽ ആർക്കും അതെങ്ങനെ ഫില്ല് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതാണ് നമ്മുടെ കോളേജിൻ്റെ റിപ്പോർട്ട് ബുക്ക്, നമ്മുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ റിപ്പോർട്ട് ബുക്കാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ഫില്ല് ചെയ്തു. ബാക്കി നമ്മളിങ്ങനെ റെഫറൻസ് ഒക്കെ ഇങ്ങനെ നോക്കുക. ഘോരമായ വാക്കുതർക്കത്തിനൊക്കെ ഒടുവിൽ നമ്മൾ അമ്മച്ചിക്കടയിലേക്ക് പോവുകയാണ്. അവിടെ ഓക്കെ, നമ്മളപ്പോൾ അമ്മച്ചിക്കടയിലോട്ട് പോവാം. പഴങ്കഞ്ഞി കുടിക്കാൻ. അവിടെ പഴങ്കഞ്ഞിയുണ്ട്. അപ്പം അതും പിന്നെ ഇറച്ചിച്ചോറ് അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. അപ്പം വ്ളോഗ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് കുട്ടികൾ അതുവഴി നടന്നു പോയി. അപ്പം പെട്ടെന്ന് ഞാൻ ഇൻട്രോവേർട്ടായി പോയി. ഓക്കെ, നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, നമ്മളപ്പം ചട്ടിപ്പഴങ്കഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. നമ്മൾ തനി പഴമയിലേക്ക് സഞ്ചരിച്ചേക്കുവാണിപ്പം. പഴമയിലേക്ക് അങ്ങനെ
ഇവിടെ എത്ര സർട്ടിഫിക്കറ്റ്? എത്ര മണിയാണോ? ഓക്കെ, നമ്മളിപ്പോൾ ചട്ടിച്ചോറ് കഴിച്ചിട്ട് ഇറങ്ങി. ചട്ടിച്ചോറിനെ പറ്റി പറയുവാണെങ്കിൽ അടിപൊളി, ഒരു രക്ഷയില്ല. അതിന് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒത്തിരി പേരോട് വരുന്നുണ്ട്. ആകെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്, കുഴപ്പമായിട്ട് ഞാൻ പറയുന്നില്ല, അവിടെ ഫാൻ ഇടാൻ പറ്റത്തില്ല. ആ ഒരൊറ്റ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ വെച്ച് നമ്മളൊരു യൂട്യൂബറിനെയൊക്കെ കണ്ടു. പുള്ളി ഭയങ്കര വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി. അങ്ങനെ നല്ല എത്ര മിക്സ് ആയിട്ടുള്ളതിന് 210 രൂപ അങ്ങനെ എന്തോ. പക്ഷെ അത് 210 രൂപയ്ക്ക് ഭയങ്കര വർത്താണ്. അങ്ങനെ ഇനി നമ്മൾ ഇൻറ്റേൺഷിപ്പ്, ഇനി പ്രോജക്റ്റ് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ പോകും. അപ്പോൾ ഇനി റിപ്പോർട്ട് ബാക്കി എഴുതാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് നടക്കുക. അപ്പോൾ നമ്മുടെ ഇൻറ്റേൺഷിപ്പ് ഫുള്ളായിട്ട് ഇവിടെ അവസാനിച്ചു. എല്ലാവരും വീട്ടിലോട്ട് പോവാം. പലരും പല ജില്ലയിലുള്ളവരാണ്. ഞങ്ങളുടെ ക്ലാസ്സിൽ 7 പേരുണ്ട്. 7 പേരും പല ജില്ലയിലായിട്ട് താമസിക്കുന്നവരാണ്. അപ്പോൾ ഇവരാണ് ഈ 7 പേര്. അതിലൊരാൾ ലക്ഷദ്വീപിൽ. അപ്പോൾ ഇന്നാളെ അവർ പോകും. അങ്ങനെ എൻഡ് ഓഫ് ദ ഇൻറ്റേൺഷിപ്പ്. പറഞ്ഞാൽ എനിക്ക് ഇൻറ്റേൺഷിപ്പ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ഇപ്പം തീർന്നെല്ലാം പറഞ്ഞപ്പോൾ ഒരു വിഷമമുണ്ട്. ഓക്കെ, എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.